രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണ കേസിൽ തുടർ നടപടികൾ ക്രൈംബ്രാഞ്ച് വേഗത്തിലാക്കുന്നു എന്ന വാർത്തയുടെ സൂചന വരുന്നുണ്ട്. നിയമ ഉപദേശം ലഭിച്ചാൽ മാത്രമേ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി വരാൻ സാധ്യതയുള്ളൂ. റിനിയെ, അതായത് പരാതി ഉന്നയിച്ച യുവനടിയെ പരാതിക്കാരിയാക്കാൻ അന്വേഷണ സംഘം സാധ്യത തേടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സ്പീക്കറെ അറിയിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് അറിയുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SK. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് നിയമ ഉപദേശം ലഭിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമ ഉപദേശം ലഭിച്ചാൽ അവർക്ക് അന്വേഷണം വേഗത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി വെക്കുന്നുണ്ട്. പ്രധാനമായും ഇതിൽ തെളിവുകൾ കൈമാറിയിട്ടുള്ള ഇരകളിൽ ഒരാൾ എറണാകുളത്തെ മോഡലാണ്, റിനിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി പരാതികൾ മാത്രമാണ് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത്. ഈ തേർഡ് പാർട്ടി പരാതിയിൽ നിലവിൽ കേസെടുക്കാൻ സാധിക്കുമോ എന്ന നിയമോപദേശം ലഭിക്കണം. ഒപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ മൊഴി നൽകി, പക്ഷേ പരാതിയായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ പരാതിക്കാരാക്കാൻ സാധിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ നിയമ ഉപദേശം തേടിയിട്ട് 2 ദിവസമായിട്ടും പക്ഷേ നിയമ ഉപദേശം ലഭിക്കാൻ വൈകുകയാണ്. ഇത് സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത ലഭിച്ചാൽ അന്വേഷണ സംഘത്തിന് ആ നിലയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാസം 15 നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം എന്ന തരത്തിലുള്ള വലിയ തിരക്കിട്ട ചർച്ച കോൺഗ്രസിലുണ്ട്. പ്രധാനമായും അത് സ്പീക്കറെ, രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത വിവരം, അത്തരം നടപടി സ്പീക്കറെ അറിയിക്കുന്ന കാര്യത്തിൽ ഇന്ന് ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കുന്ന വിഷയം സ്വതന്ത്രമായി അത് MLA-ക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്ന നിലയിലേക്ക് എത്തിക്കേണ്ട, അവിടെ ഒരു പ്രത്യേക ബ്ലോക്ക്, അതായത് കോൺഗ്രസ് UDF-ന്റെ കക്ഷി നേതാവ് എന്ന രീതിയിൽ തന്നെ എത്തിക്കേണ്ട, പകരം അങ്ങനെ എത്തിച്ചാൽ സർക്കാരിനെതിരായ ഒരുപാട് വിഷയങ്ങൾ നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നിന്നും മാറി അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണമെന്ന് ചർച്ചയുണ്ട്. ഒപ്പം തന്നെ VD സതീശനെതിരായ പ്രതിഷേധവും നിലവിൽ പാർട്ടിക്കുള്ളിലുണ്ട്. അത്തരം കാര്യങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഇത്തരം കാര്യങ്ങളിൽ ധൃതി പിടിച്ച നടപടി VD സതീശന് ഉണ്ടായതിൽ ഇപ്പോഴും ചർച്ച ആളിക്കത്തുകയാണ്. പ്രത്യേകിച്ചും ഗ്രൂപ്പിലൊക്കെ തന്നെ വലിയ വിമർശനമുണ്ട്. SK. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.